ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? എല്ലാവരും ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കും. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ മാപ്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ഓൺ ചെയ്ത് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൂട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടൊക്കെ നമ്മൾ പോകുന്നത്. അങ്ങനത്തെ പല കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽസ് എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്സ് വഴി. പക്ഷെ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ചില ആളുകൾക്ക് അറിയാൻ മതി. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവരോട് ഇത് ഷെയർ ചെയ്യുക. മാത്രമല്ല എന്റെ ഈ ചാനൽ ഉണ്ടല്ലോ, അത് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളൊന്ന് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ ഓൺ ദി സ്പോട്ടിൽ വരികയുള്ളൂ. മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഈ ഇൻഫർമേഷൻസ് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സിലേക്കും കൂടി എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ആ ഷെയർ കൊടുത്തിട്ട് ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരു ഫോൾഡർ ആയിട്ടാണ് ഗൂഗിളിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഒരു ഫോൾഡറിലേക്ക് ആക്കി മാറ്റുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗൂഗിളിന്റെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ടത് ഗൂഗിളിന്റെ മാപ്സ്, ഗൂഗിൾ മാപ്സ് അതിലുള്ള അടിപൊളി ഒരു ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്സ് ഞാൻ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നില്ലേ, ഒരു ബ്ലൂ കളറിൽ ഡോട്ട്, അതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പോയിന്റ് ആണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ റൈറ്റ് സൈഡിലെ ടോപ്പിലേക്കായിട്ട് നമുക്ക് കാണാം മറ്റൊരു ഐക്കൺ കാണുന്നുണ്ട്. ഒരു സ്ക്വയർ പോലുള്ള ഒരു ഐക്കൺ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട് ഒന്ന് പോയിന്റ് ചെയ്ത് കാണിച്ചാൽ കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മാപ്പിന്റെ വ്യൂ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, മാപ്പ് ടൈപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നിൽക്കുന്നത് സാറ്റലൈറ്റിലാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഡിഫോൾട്ട് കാണുന്നുണ്ട്. പിന്നെ ടെറൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണെങ്കിൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവിടെ നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന ആ ഡോട്ട്, ബ്ലൂ ഡോട്ട്, ഇതാണ്. മറ്റൊരു ഐക്കൺ നമുക്ക് അറിയില്ല. ജസ്റ്റ് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ടെറൈൻ അല്ല, ഈ പറഞ്ഞിരിക്കുന്ന സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക്, സാറ്റലൈറ്റ് വ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ആ ഒരു ബ്ലൂ ഡോട്ട് കാണുന്നില്ലേ, അതിന്റെ തൊട്ടടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമുക്ക് അവിടെ കാണും. കണ്ടില്ലേ, റെഡ് കളറിൽ അവിടെ വന്നിട്ടുണ്ട്. ആ പോയിന്റിന് അവിടെ നിന്ന് ഒരു പ്ലസ് മാർക്ക് ആയിട്ട് അവിടെ വന്നത് ഇപ്പൊ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മറ്റൊരു സ്ഥലത്തേക്ക് ഉണ്ടെന്നുള്ള അറിയാനാണ് ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമുക്കിവിടെ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെഷർ ഡിസ്റ്റൻസ് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ മെഷർ ഡിസ്റ്റൻസ് എന്നുള്ളതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വിരലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിന്റെ കൂടെ ആ ഡോട്ട് ആയിട്ട് അതിങ്ങനെ വരുന്ന കണ്ടില്ലേ. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് മാനുവലി നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ഞാനിവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ നിന്ന്, ഞാൻ നിൽക്കുന്ന പോയിന്റ് ഇവിടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്താണ്. അവിടെ നിന്ന് എരഞ്ഞിപ്പാലത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുന്നത്. ഇവിടെ താഴെ കാണിക്കുന്നുണ്ടല്ലേ 16-15 കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഏരോ നമ്മളൊന്ന് ജസ്റ്റ് കൈകൊണ്ട് നടക്കാവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് 3.5. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബീച്ച് അല്ലേ, തോപ്പായിൽ ബീച്ച് കാണിക്കുന്നത് നമുക്ക് 4 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ജസ്റ്റ് വിരലുകൊണ്ട് കുറച്ചുകൂടി കൊണ്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കോഴിക്കോട് ബീച്ചിലേക്ക് ഇവിടെ താഴെ നോക്കൂ 4.2 അല്ലെങ്കിൽ 4.1 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടി സാധിക്കും. ഇത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും, ഇപ്പൊ നമുക്ക് ഇവിടെ കോഴിക്കോട് നിന്ന് എറണാകുളത്തുള്ള ആരെങ്കിലും ഒരാളെ കാണണമെന്ന് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഗൾഫിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും. നമുക്ക് എവിടെ പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു പോയിന്റ് മാർക്ക് അവിടെ കണ്ടെത്തുക. അവിടെ നമ്മൾ ഏത് പോയിന്റിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഇവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ ആഡ് പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീഡിയോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യുക. ആ ഒരു പോയിന്റ് ഞാൻ വിരലോണ്ട് അങ്ങനെ നീക്കി കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ ആഡ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, ആഡ് പോയിന്റ്, ആ പ്ലസ് ഐക്കണിന്റെ തൊട്ട് താഴെ ആ ആഡ് പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോയിന്റ് മാർക്കായി.
കണ്ടില്ലേ? ഇനി അവിടെ നിന്ന് നമ്മൾക്ക് പിന്നെയും നമ്മൾ വിരലിങ്ങോട്ടേക്ക് ചലിപ്പിക്കുന്ന സമയത്ത് അത് അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ നമുക്കൊരു സ്ക്വയറോ റെക്ടാംഗിളോ അങ്ങനത്തെ അതിന്റെ ഉള്ളിൽ എത്ര കിലോമീറ്റർ വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഡയാമീറ്റർ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി നമ്മൾ നീക്കിയിട്ട് ഞാൻ അവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇവിടെ ആഡ് പോയിന്റ് കൊടുത്തു. അങ്ങനെ അടുത്ത പോയിന്റ് കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ ഒരു മുഖത്തിന് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് 87 കിലോമീറ്റേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് അത് ക്ലോസ് ചെയ്യാണ്. നേരെ വന്ന് അത് എൻഡ് ചെയ്യാണ്. എൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഇതിന്റെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ നമ്മൾ വന്നിട്ടുണ്ട് അല്ലെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാധാരണ നമുക്ക് ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ ഇതിൽ കാണിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് സ്വയം മാനുവലി തന്നെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമ്മുടെ ബുക്ക് വലിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മെഷർ ഡിസ്റ്റൻസ് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ വീഡിയോ കറക്റ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. പലർക്കും അറിയാത്ത ഒരു ഓപ്ഷനാണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോകും.